താരപ്പന്റെ തരികിടകൾ അത് പൂർവാധികം ഭംഗിയായി ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ താരപ്പന്റെ തരികിടയെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും എന്നെ വിളിച്ചു പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണെന്നാണ്. താരപ്പൻ ഓരോ സ്റ്റേജിലും കളിക്കുന്ന 1 മണിക്കൂർ നാടകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ദൈവം നിങ്ങളെ ധനവാന്മാരാക്കും, കോടീശ്വരന്മാരാക്കും, നിങ്ങളെ ബാങ്കാക്കും, ചിട്ടിക്കമ്പനി ഏർപ്പാട് എന്നിങ്ങനെ പണത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ്. അത് കേൾക്കുന്ന അതേ ജനത്തെ കർത്താവിന്റെ വേല എന്ന പേരും പറഞ്ഞ് അവരുടെ കയ്യിലും കഴുത്തിലുമുള്ള സ്വർണവും പോക്കറ്റിലിരിക്കുന്ന പണവും അക്കൗണ്ടിൽ കിടക്കുന്നത് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ തട്ടിയെടുക്കാൻ ഇരക്കും. താരപ്പന്റെ ഈ പഞ്ചാര വാക്കുകൾ കേൾക്കുന്ന പട്ടിണി പാവങ്ങൾ ഉള്ളതൊക്കെ കൊടുക്കും. എന്നിട്ട് കോടീശ്വരനാകുമെന്ന സ്വപ്നത്തിൽ കാത്തിരിക്കും. ദിവസങ്ങൾ കഴിയും, മാസങ്ങൾ കഴിയും, കോടി പോയിട്ട് ഒരു പീറ തുണി പോലും കിട്ടില്ല. പറ്റിയ അബദ്ധം പുറത്തു പറയാൻ പറ്റുമോ? ഇങ്ങനെ ചതിയിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് എന്നെ വിളിച്ചത്. ഞാൻ ആ വാർത്ത പറഞ്ഞു. 2 ദിവസം തുരുതുര ഫോണായിരുന്നു. അവരൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതിലൊരാൾ പറഞ്ഞത് താരപ്പൻ ഈ ആളുകളെ കൂട്ടുന്നത് പണം മുടക്കിയാണെന്നാണ്. അത് പറയാം. ഈ സിനിമയിൽ കാണുന്ന ആൾക്കൂട്ടങ്ങളുടെ ഷൂട്ടിങ്ങിനൊക്കെ ആളുകളെ സപ്ലൈ ചെയ്യുന്ന ചില കോൺട്രാക്ടർമാരുണ്ട്. സിനിമയിൽ മാത്രമല്ല, പ്രകടനങ്ങൾക്കും സമ്മേളനങ്ങൾക്കുമെല്ലാം പൈസ കൂടുതൽ ആളുകളെ ഇറക്കും. ഒരാൾക്ക് ഇത്ര രൂപയും ചെലവും കൊടുക്കണം. അവർ വന്നിട്ട് താരപ്പന്റെ നാടകത്തിന് മുന്നിലിരിക്കും. താരപ്പൻ പറയുന്നത് കേട്ട് തള്ളുകയും തുള്ളുകയും വീഴുകയും ഒക്കെ ചെയ്യും. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കിട്ടുന്നത് ആഹാരവും 500 രൂപയും. ഈ ആൾക്കൂട്ടം കണ്ടാണ് പാവങ്ങൾ നാടകം കാണാൻ എത്തുന്നത്. അവർക്കറിയില്ലല്ലോ ഈ മുന്നിലിരിക്കുന്നത് മുഴുവൻ ഇറക്കുമതിയാണെന്ന്. ഇത് സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അവരിൽ പലരും ഈ നാടകം കാണാൻ എത്തും. ഒരിക്കൽ ഒരാൾ താരപ്പന്റെ തള്ളു കേട്ട് ചോദിച്ചു, എങ്കിൽ നിങ്ങളുടെ മുഖത്തെ പാണ്ട് എന്തുകൊണ്ട് മാറ്റുന്നില്ല? അപ്പോൾ താരപ്പൻ അയാളോട് കയർത്തു, ദേഷ്യപ്പെട്ടു. തിരുവായ്ക്കെതിർവായില്ലല്ലോ. ആളുകളെ പറ്റിച്ച് തിന്നു കൊഴുത്ത് ആഡംബര ജീവിതം നയിക്കുന്ന ഇവന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടണം. കൂണുകൾ മുളച്ചു വരുന്നത് പോലെയാണ് താരപ്പനെ പോലെയുള്ള തരികിടകൾ മുളച്ചു വരുന്നത്. എന്തുകൊണ്ട് പോലീസും ഇവിടുത്തെ ഭരണ നേതൃത്വവും ഭരണ സംവിധാനങ്ങളും ഇതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല? എത്രയോ പാവങ്ങളുടെ പണമാണ് ഇവന്മാർ തട്ടിയെടുക്കുന്നത്. പട്ടിണി പാവങ്ങളുടെ കഷ്ടം തോന്നും. ഇവന്മാർക്കൊന്നും ഒരു ലജ്ജയുമില്ലേ? അല്പെങ്കിലും ഉളുപ്പ് വേണം ഇങ്ങനെയും ദൈവത്തിന്റെ പേരും പറഞ്ഞ് പട്ടിണി പാവങ്ങളെ പറ്റിക്കാൻ.